ഇന്നെന്താ പരിപാടി എന്നല്ലേ? ഇത് ദേശീയ പണിമുടക്കാണ്. സ്കൂളൊന്നുമില്ല, മക്കളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ വൈകുന്നേരം നമ്മളൊരു ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ചായക്ക് കടിയായിട്ട് നമുക്കൊരു ഉപ്മാവ് ഉണ്ടാക്കി നോക്കാം. വാ. ആവശ്യമുള്ള ചേരുവകളൊക്കെ നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് തയ്യാറാക്കുന്ന സമയത്ത് വഴിയേ പറയാം. ആദ്യം തന്നെ റവ നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. ഞാനിവിടെ കുക്കർ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതേ കുക്കറിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിനുശേഷം നമ്മൾ ആദ്യമായിട്ട് ചേർക്കുന്നത് ഉഴുന്നാട്ടോ. ഉഴുന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. നമ്മൾ ചുമന്ന് വരണം കേട്ടോ. നന്നായിട്ട് വെളിച്ചെണ്ണയിൽ കിടന്ന് ഒരു ചുമന്ന കളറ് ആവുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇഞ്ചിയും പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. വെളുത്തുള്ളി വേണമെന്നില്ല, എനിക്ക് അതിൻ്റെ ചുവ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ചേർത്തുന്നേ ഉള്ളൂ. അതിന് ശേഷം കറിവേപ്പിലിട്ട് ഒന്ന് ഇളക്കി അതിന് ശേഷം നമ്മൾ വലിയുള്ളി ചേർത്ത് കൊടുക്കുക. വലിയുള്ളി ഞാനൊരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഈ ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നന്നായിട്ട് ചുമന്ന് വരണ്ട, ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും കൂടി ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാകുക അതാണ്, പിന്നെ കൂടി പോവോ കുറഞ്ഞു പോവോ. പക്ഷേ നമ്മൾ റവേൻ്റെ അതേ അളവിൽ തന്നെ വെള്ളം ചേർക്കുകയാണെങ്കിൽ പിന്നെ ഉപ്മാവ് നന്നായിട്ട് ഉതിർന്ന് കിട്ടും. മറ്റേ ചളി പോലും ആയി പോയാലോ കേട്ടോ. അങ്ങനെ ഞാനിവിടെ 3 ഗ്ലാസ് റവയാണ് എടുത്തത്. അതേ ഗ്ലാസ്സിൽ തന്നെ 3 ഗ്ലാസ്സിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ട് തിളച്ചോട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്ക് വറുത്ത് വെച്ച റവ ചേർത്ത് കൊടുക്കാം. റവ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇളക്കിക്കൊണ്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ, ഇല്ലെങ്കിൽ കട്ടയാവും ഉപ്പ് കേട്ടോ. ഒന്ന് ഇത് ഇളക്കിക്കൊണ്ട് വരുമ്പോഴേക്ക് തന്നെ എന്താവും, നമ്മുടെ ഉപ്മാവ് ഇവിടെ റെഡി ആവും കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ വറക്കുമ്പോൾ തന്നെ റവ പകുതി വെന്ത് കഴിഞ്ഞല്ലോ. ഒന്ന് ഇളക്കി കൊടുത്ത് ലാസ്റ്റ് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ചിരകി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ ഒരുപാട് ചേർക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. പിന്നെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും. കറീൻ്റെ പഴമൊന്നും വേണമെന്നില്ല. നല്ല ടേസ്റ്റാണ്. കൂടുതൽ തേങ്ങ ഇട്ടാൽ വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. ഒന്ന് മൂടിയ ചാവിയിലും കൂടി ഒന്ന് വേകുമ്പോഴേക്ക് നമ്മൾ ഉപ്മാവ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്ക് സെർവ് ചെയ്യാം. പഴവും കൂട്ടിയിട്ട് അവിടെ എല്ലാവരും കഴിക്കൽ. എല്ലാവർക്കും ഇഷ്ടം പഴം കൂട്ടി കഴിക്കാനാണ്. എനിക്കിഷ്ടം പക്ഷേ കറിയും കൂട്ടി കഴിക്കാനാണ്. ഇവിടെ ഉച്ചയ്ക്ക് ബാക്കിയുള്ള ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ അതും കൂട്ടി കഴിച്ചു. ചിക്കൻ കറി ഇല്ലെങ്കിൽ ഉച്ചയ്ക്കത്തെ മീൻ കറിയോ എന്തെങ്കിലും കറി കൂട്ടി കഴിച്ചാലും ടേസ്റ്റാണ്. അങ്ങനെ വൈകുന്നേരം നമുക്ക് ചായക്കടിക്ക് നല്ലതല്ലേ, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകുകയും ചെയ്യും, വിശപ്പും മാറും, നല്ലതല്ലേ. അപ്പോൾ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.